ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണല്ലോ? സുഖാണോ? സുഖാണോ? സന്തോഷമായിരിക്കുന്നോ? ഞാൻ സന്തോഷമായിരിക്കുന്നു. നമ്മുടെ കിറ്റി സന്തോഷമായിരിക്കുന്നു. അപ്പോൾ കിറ്റി നല്ല സന്തോഷവാനാണ്. അതുപോലെ നമ്മുടെ കൂട്ടുകാരെല്ലാം സന്തോഷവാന്മാരാണ്. എല്ലാവരോടും വലിയൊരു ഹായ് കൊടുത്തേ. ഹായ്. അപ്പോൾ കിറ്റി ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ കഥ പഠിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കഥ പഠിക്കുമ്പോൾ കഥ മാത്രമല്ല, കഥയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത്തരത്തിലൊരു കാര്യവും ഒരു കഥയും. ഒരിക്കലൊരു മനുഷ്യൻ ഇങ്ങനെ കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു കേട്ടോ. കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് അത് അദ്ദേഹത്തിന് സൈക്കിളിലായിരുന്നു, അതുകൊണ്ടാണ്. കാറ് മേടിച്ചുകൂടായിരുന്നു. അപ്പോൾ ശരി, കാറും സൈക്കിളൊന്നുമില്ല, കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ, അതുകൊണ്ട് നടന്നു പോയത്. കഥ പറയാം. അപ്പോൾ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴുണ്ടല്ലോ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. സിംഹം വന്നോ എന്നാണ് ചോദിക്കണേ. സിംഹമൊന്നും അല്ല, നീ മിണ്ടാതിരുന്ന് കേൾക്കുക. കൂട്ടുകാർ കേൾക്കുന്ന കണ്ടില്ലേ, നിന്നെ അവർ കളിയാക്കും. കഥ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. എന്താണെന്നറിയാമോ? ഒരു കുറുക്കനെ കണ്ടു. അതാണ് വലിയ കാഴ്ചയെന്ന്. അത് വലിയ കാഴ്ചയാണ്, ഞാൻ പറയാം. അപ്പോൾ ഒരു കുറുക്കനെ കണ്ടു. ആ കുറുക്കനുണ്ടല്ലോ ഒരു കാലില്ല. അയ്യോ കഷ്ടം. അപ്പോൾ ഒരു കാലില്ലാത്ത ഒരു കുറുക്കൻ. അപ്പോൾ ഈ കുറുക്കനെ കണ്ടപ്പോൾ ഒരു കാലില്ല, പക്ഷേ ആ കുറുക്കൻ നല്ല ആരോഗ്യവാനാണ്, നല്ല തടിച്ചു കൊഴുത്തൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലില്ലാത്ത കുറുക്കൻ എങ്ങനെ ഇത്രയും നല്ല പുഷ്ടിയോടെ ഇരിക്കുന്നത്? അവനെ ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? അവൻ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ആരോഗ്യവാനായിട്ടിരിക്കുന്നത്? കുറച്ച് നേരം ആ കുറുക്കൻ ഇങ്ങനെ ദൂരെ നിന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അപ്പോഴുണ്ടല്ലോ ഒരു കടുവ. അങ്ങനെയാണ് കടുവയൊക്കെ ഗർജിക്കുന്നത് അല്ലേ? അപ്പോൾ കടുവ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കടുവ ഉണ്ടല്ലോ ഒരു മാനിനെ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്നു. അതിനെ കൊന്നിട്ട് അതിനെ ഭക്ഷിക്കുകയാണ്. ഭക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് അതിന് വയറ് നിറയെ കഴിച്ചിട്ട് ബാക്കി ഈ കുറുക്കൻ്റെ മുമ്പിൽ കൊണ്ടിട്ടിട്ട് ആ കടുവ അങ്ങ് നടന്നുപോയി. കൊള്ളാലോ. അപ്പോൾ അദ്ദേഹത്തിന് അതിശയമായി. നോക്കുമ്പോൾ ഒരു കടുവയാണ്. ഒരു കടുവ ഒരു മാനിനെ പിടിച്ചിട്ട് അതിനെ ഭക്ഷിച്ചതിന് ശേഷം അതിൻ്റെ വയറ് നിറഞ്ഞതിന് ശേഷം ബാക്കി ഈ കുറുക്കന് കൊടുത്തിട്ട് പോകുന്നു. ഇങ്ങനെ പതിവായിട്ട് ആ കുറുക്കന് ഈ കടുവ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഈ മനുഷ്യന് ഭയങ്കര സന്തോഷം. മനുഷ്യൻ്റെ സന്തോഷം എന്താണെന്നറിയാമോ? മനുഷ്യൻ വിചാരിച്ചു, ഈ കുറുക്കനെ പോലെ ഞാനും ഒരു ദൈവഭക്തിയുള്ളവനായിട്ട് ഞാൻ ജീവിക്കാൻ പോവുകയാണ്. ദൈവം എത്ര കരുണയാണ് അവനോട് കാണിച്ചിരിക്കുന്നത്. ഇതാ ഒരു കടുവയാണ് അവന് കൊണ്ട് ആഹാരം കൊടുക്കുന്നത്. എന്നിട്ട് പറയാം, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെപ്പോലെ ദൈവഭക്തിയുള്ളവനാകാൻ പോവുകയാണ്. അപ്പോൾ എനിക്കും ദൈവം ആവശ്യമുള്ളതെല്ലാം തരും. ഇപ്പം തരും, നോക്കിയിരുന്നോണം. അപ്പോൾ ഈ മനുഷ്യൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു കേട്ടോ. ബാക്കി പറയാം. അപ്പോൾ ഈ മനുഷ്യൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? അങ്ങനെ ഒരു ഒതുങ്ങിയ സ്ഥലത്ത് പോയി ഇരിക്കാൻ തുടങ്ങി. ഇരുന്നിട്ട് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസമായി 2 ദിവസമായി ആരും ആഹാരം കൊണ്ടുതരുന്നില്ല. ഇപ്പോൾ കൊണ്ടുതരുന്നു നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം മരിക്കാറായപ്പോഴത്തേക്കും ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ വലിയ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ കേട്ടു. പറയാം, അതെന്താ ഞാൻ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ അങ്ങയെ ആരാധിച്ചു കൊണ്ടല്ലേ ഇരിക്കുന്നത്. ആ കുറുക്കന്, കാലില്ലാത്ത കുറുക്കന് ഭക്ഷിക്കാൻ കൊടുക്കാമെങ്കിൽ അങ്ങേക്ക് എനിക്കും തന്നുകൂടെ? എനിക്കും ആഹാരം തന്ന് എന്നെ പരിപാലിച്ചുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, അതല്ല, നീ കുറുക്കനെയല്ല മാതൃകയാക്കേണ്ടത്. ആ കഴിവില്ലാത്തവനായ അല്ലെങ്കിൽ ആ ഒറ്റക്കാല് ഇല്ലാത്ത ആ കുറുക്കനെയല്ല നീ മാതൃകയാക്കേണ്ടത്. നീ മാതൃകയാക്കേണ്ടത് ആ പുലിയെയാണ്, ആ കടുവയെയാണ് നീ മാതൃകയാക്കേണ്ടത്. എന്തുകൊണ്ട് നിനക്ക് കടുവയെ മാതൃകയാക്കാൻ കഴിയുന്നില്ല എന്ന് ദൈവം ആ മനുഷ്യനോട് ചോദിച്ചു. അപ്പോഴാണ് ആ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഈ കഥയിലൂടെ ഒരു കാര്യം പഠിക്കുന്നുണ്ടല്ലേ. എന്താണെന്നറിയാമോ? നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ് അല്ലേ. നമുക്ക് ലഭിക്കുന്ന, നമുക്ക് ഇഷ്ടമായതിനെ നമ്മളിങ്ങനെ പിൻപറ്റാൻ ശ്രമിക്കും അല്ലേ. മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന, മറ്റുള്ളവർക്ക് നന്മ പകരുന്ന കാര്യങ്ങളെ പിൻപറ്റാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറില്ല. ഇങ്ങോട്ട് കിട്ടണം അല്ലേ, മറ്റുള്ളവരിലൂടെ നമുക്ക് കിട്ടണം.
അതല്ല ദൈവം ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവർക്ക്, അതായത് ഇപ്പോൾ കുറുക്കനൊരു കാലില്ല അല്ലേ, അവനും ഓടിച്ചിട്ട് മൃഗങ്ങളെ പിടിക്കാനായിട്ട് അവന് കഴിയില്ല, ഭക്ഷിക്കാൻ അങ്ങനെ ഓടിച്ച് പിടിച്ച് ജോലി ചെയ്ത് കഴിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അവനെ സഹായിച്ചത് ഈ ആരോഗ്യമുള്ള ഒരു കടുവയായിരുന്നു, ഓടിച്ചിട്ട് ഇരയെ പിടിച്ച് കീഴ്പ്പെടുത്താനൊക്കെ കഴിയുന്ന കടുവയായിരുന്നു. നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കുമ്പോൾ, നമ്മൾ കഴിവുള്ളവരായിരിക്കുമ്പോൾ, നമ്മൾ ആ കഴിവും ആരോഗ്യവും എല്ലാം മറ്റുള്ളവർക്ക് കൂടെ നന്മ പകർന്നു കൊടുക്കാനായിട്ട് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ആ കഥ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാതൃക, നല്ല മാതൃക പിൻപറ്റുന്നവരാകണം. യേശു കർത്താവ് നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചു, എന്തെന്നറിയാമോ? നിൻ്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയരുത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല മാതൃക മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടല്ല, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ടുള്ള ഒരു നല്ല മാതൃക, അത് എനിക്ക് ലഭിക്കുമെന്നുള്ള ചിന്തയോടുകൂടെ അല്ല, പകരം അവർക്ക് നന്മയുണ്ടാകണമെന്ന ചിന്തയോടെ കൂടെ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല മാതൃകയുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ, വളരുവാൻ കഴിയട്ടെ. അപ്പോൾ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ കഥയിൽ ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഞാൻ ഒരു അവസാനത്തിൽ യേശു അപ്പച്ചൻ പറഞ്ഞൊരു വചനം പറഞ്ഞു അല്ലേ, എന്താണ്? വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയരുത്. അപ്പോൾ അത് ഏത് പുസ്തകം? എത്രാമത്തെ അധ്യായം? എത്രാമത്തെ വാക്യം? ഇതല്ലേ? എത്രാമത്തെ വാക്യം? ഇത് തന്നെയാണ്. അപ്പോൾ കണ്ടുപിടിച്ച് ഉത്തരം എഴുതി അറിയിക്കുക, സമ്മാനമുണ്ട്. ഓക്കെ, ബൈ ബൈ.